എന്തൊരു ക്രൂരതയാണ്! അധികാരത്തിന്റെയും രാഷ്ട്രീയ പിൻബലത്തിന്റെയും ധാർഷ്ട്യത്തിൽ ഒരു സ്ത്രീ ഇല്ലാതാക്കിയത് അഴിമതിരഹിതനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെയാണ്. പറഞ്ഞു വരുന്നത് കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ ആത്മഹത്യയും ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യയുടെയും കാര്യമാണ്. ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ യാത്രയപ്പ് സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥരും മേലുദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ ഇരിക്കുന്ന ഒരു സഭയിൽ എന്ത് വ്യക്തിവിരോധത്തിന്റെ പേരിലാണെങ്കിലും പരസ്യമായി ആക്ഷേപിച്ചത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ്. ഒരല്പമെങ്കിലും ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യനും ആ ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ കഴിയില്ല. വ്യക്തിഹത്യയിൽ മനം നൊന്ത് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തപ്പോൾ ദിവ്യയ്ക്ക് എന്താണ് കിട്ടിയത്? നഷ്ടപ്പെട്ട ആ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും തിരികെ കൊടുക്കാൻ കഴിയുമോ? അച്ഛൻ നഷ്ടപ്പെട്ട 2 പെൺമക്കളുടെ മുറവിളിക്ക് അവസാനമുണ്ടാക്കാൻ കഴിയുമോ? ഭർത്താവിനെ നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ ഒരായുഷ്കാലത്തെ കണ്ണുനീരിന് കണക്കു പറയേണ്ടി വരും. ഇപ്പോൾ ദിവ്യയുടേത് ആസൂത്രിതമായ നീക്കമായിരുന്നു എന്ന് തെളിയിക്കുന്ന കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ യാത്രയപ്പ് യോഗത്തിലായിരുന്നു ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി കടന്നു വരികയും കൈക്കൂലി വാങ്ങി എന്ന പേരിൽ അദ്ദേഹത്തിന് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തത്. ഒരു പെട്രോൾ പമ്പ് സ്ഥാപിക്കാൻ അനുമതി നൽകിയില്ല എന്നും അനുമതി നൽകുവാൻ വേണ്ടി കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നും കൈക്കൂലി നൽകാത്തതിന്റെ പേരിൽ കാലതാമസം ഉണ്ടാക്കി എന്നുമാണ് ദിവ്യ നവീൻ ബാബുവിനെതിരെ ആരോപിച്ച പരാതി. എന്നാൽ ഫയലുകൾ പരിശോധിച്ചതിൽ നിന്നും അത്തരത്തിലൊരു അനാവശ്യ കാലതാമസവും ഫയലുകൾ നീക്കുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്ക് അന്വേഷണത്തിൽ വ്യക്തമായി. മാത്രമല്ല, ഇത്തരത്തിൽ കാലതാമസം ഉണ്ടാക്കിയെന്നോ കൈക്കൂലി വാങ്ങിയെന്നോ തരത്തിലുള്ള യാതൊരുവിധ രേഖകളുമില്ല. മാത്രമല്ല, അന്ന് യാത്രയപ്പ് സമ്മേളനത്തിലേക്ക് PP ദിവ്യ ക്ഷണിക്കപ്പെട്ടാണ് താൻ എത്തിയത് എന്നാണ് മൊഴി നൽകിയിരുന്നത്. എന്നാൽ രേഖകൾ പരിശോധിച്ചതിൽ നിന്നും ഒരാൾ പോലും ഈ സമ്മേളന സ്ഥലത്തേക്ക് ക്ഷണിച്ചിരുന്നില്ല എന്ന കാര്യവും വ്യക്തമായി. ഈ പരിപാടി തുടങ്ങുന്നതിന് മുൻപ് ജില്ലാ കളക്ടറുമായി ദിവ്യ നേരിട്ട് സംസാരിച്ചതിന്റെ രേഖകളുണ്ട്. ഇത്തരത്തിൽ സംസാരിക്കവേ ജില്ലാ കളക്ടർ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാനാണെങ്കിൽ ഈ വേദിയിലേക്ക് വരരുത് എന്നും ആരോപണം ഉന്നയിക്കാനുള്ള ഉചിതമായ ഒരു സ്ഥലമല്ല ഈ പരിപാടി നടക്കുന്ന സ്ഥലമെന്നും പറഞ്ഞിരുന്നു. അത്തരത്തിൽ കളക്ടറുടെ ഒരു എതിർപ്പിനെ പോലും മറികടന്നുകൊണ്ടാണ് ദിവ്യ ആ വേദിയിലേക്ക് കടന്നു വരികയും യാതൊരുവിധ തെളിവുകളും രേഖകളും ഇല്ലാതെ ഒരു വ്യക്തിക്കെതിരെ ഇത്തരം ആരോപണം ഉന്നയിക്കുകയും ചെയ്തത്. ഇതിനു പുറമെ ഇത് പൊതുജനത്തിന് മുന്നിലും മാധ്യമങ്ങൾക്ക് മുന്നിലും അഴിമതി നടത്തിയെന്ന പേരിൽ എത്തിക്കുന്നതിനും വ്യക്തമായ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. കണ്ണൂരിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ ആ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയതും ദിവ്യ തന്നെയാണ്. ഈ സംഭവങ്ങളെല്ലാം മാധ്യമ പ്രവർത്തകരോട് ശേഖരിക്കാനും ഒടുവിൽ അത് തനിക്ക് അയച്ചു തരാനും ദിവ്യ ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ച് ദിവ്യ ഇതെല്ലാം മാധ്യമ പ്രവർത്തകരിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ ആസൂത്രിതമായി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിന്റെ യാത്രയപ്പ് സമ്മേളനത്തിൽ അതിക്രമിച്ചു കയറി അപകീർത്തിപ്പെടുകയും അത് ഗൂഢലക്ഷ്യത്തോടു കൂടി ചിത്രീകരിക്കാൻ ആവശ്യപ്പെടുകയും ആ രേഖകൾ കൈവശം വയ്ക്കുകയും അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയും പൊതുസമൂഹത്തിന് മുന്നിൽ മോശക്കാരനാക്കി ചിത്രീകരിക്കുകയും ചെയ്യുകയാണ് ദിവ്യ ചെയ്തത്. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീത ASന്റെ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങളെല്ലാം ഉള്ളത്. ഗവൺമെന്റ് പ്രധാനമായും പരിശോധിച്ചത് ദിവ്യ ആരോപിച്ച അഴിമതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ, ആരെങ്കിലും ക്ഷണിച്ചിട്ടാണോ ആ വേദിയിലേക്ക് ദിവ്യ വന്നത് എന്നുള്ള 2 കാര്യങ്ങളായിരുന്നു. എന്നാൽ ഇത് രണ്ടും തെറ്റാണ് എന്ന് വന്നതോടുകൂടി ഗവൺമെന്റ് ഗീത ASന്റെ റിപ്പോർട്ട് പൂർണ്ണമായും ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ രേഖകളും തെളിവുകളും സംസാരിക്കുമ്പോൾ PP ദിവ്യക്കെതിരെ ഗുരുതര കുറ്റകൃത്യത്തിന് ഇനി കേസെടുക്കുക മാത്രമാണ് ചെയ്യാനുള്ളത്.